മനസ്സിങ്ങനെ കടന്ന് കലങ്ങി മറിയുന്നില്ലേ? ചില പ്രശ്നത്തിന്റെ നടുവിൽ നമ്മുടെ ഹൃദയം അതുപോലെ അസ്വസ്ഥപ്പെടുന്നില്ലേ? അതിന്റെ അടിസ്ഥാന കാരണം അച്ഛൻ പറയുന്നത്, വർഷങ്ങളും മാസങ്ങളും നാളുകളും ഉപദേശിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. കുടുംബത്തിലുള്ള ഒരു മകൻ, ഒരു മകൾ ഒരു ബന്ധനാവസ്ഥയിൽ, ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് വചനം പറയുന്നത്. എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, എന്തെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ അരങ്ങേറണം, എന്തെല്ലാം ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ ഇടപെടൽ കാണും, അതൊക്കെ വിട്ടിരുന്ന തങ്ങളുടെ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചോണം. ചില മദ്യത്തിന്റെ, ചില ദുശീലങ്ങളുടെ, ചില അവിശുദ്ധ ബന്ധങ്ങളുടെ, ചില പാപത്തിന്റെ, ചില അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ ഒക്കെ ബന്ധനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാവും. ഇവരൊന്നും ഉപദേശിക്കാൻ പോയാൽ ഒരിക്കലും നേരെയാകും. അതിനുവേണ്ടി ഒരുമ്പെടരുത്. അവസാനം നിങ്ങളുടെ മനസ്സും അടുത്ത്, ജീവിതവും അടുത്ത്, അച്ഛാ പറഞ്ഞു മടുത്തച്ചാ, ഉപദേശിച്ച് മടുത്തച്ചാ, ഇനിയിപ്പോ എന്നാ ചെയ്യുന്നേ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇതിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവര് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുന്നതിന് കാരണം ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ മാത്രമാണ് ആ സത്യത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ 1:5 ഈ വചനം കിടക്കുന്നത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് നമ്മൾ പാടി പ്രാർത്ഥിച്ചത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യാൻ പോവാ. അച്ഛാ, ഇതൊക്കെ സംഭവിക്കോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയാ. പോരെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, എന്തെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ അരങ്ങേറണം, എന്തെല്ലാം ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ ഇടപെടൽ കാണും, അതൊക്കെ ഇവിട്ടിരുന്നിട്ട് അങ്ങോട്ട് സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചോളണം. ഉറങ്ങരുത്. ഉണർന്നിരിക്കുമ്പോൾ കണ്ട് സ്വപ്നം കാണണം. ഉറങ്ങുന്ന സ്വപ്നങ്ങൾ, ഉറങ്ങിക്കാണുന്ന സ്വപ്നങ്ങളൊന്നും ഫലിക്കണമെന്നില്ല. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന, ദൈവത്തോട് ചേർന്ന് കാണുന്ന സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ, കാണാൻ, അനുവദിക്കാൻ ദൈവത്തിന് പറ്റും. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനമുണ്ട്, അച്ഛനടുത്ത് തരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട്. പറയുന്ന എല്ലാ വചനത്തിലുള്ളത് അച്ഛൻ പറയുള്ളൂ. പുറത്തുനിന്നൊന്നും പറയില്ല. പുറത്തുനിന്നൊന്നും പറയാൻ അച്ഛൻ അറിയില്ല. ഹല്ലേലൂയാ. അതാണ് പ്രശ്നം. പുറത്തുനിന്നൊന്നും പറയാൻ അറിയില്ല, വചനത്തിലുള്ളത് അറിയത്തുള്ളൂ. പക്ഷെ വചനത്തിലുള്ളത് അച്ഛൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം വചനത്തിന്റെ സാരാംശം എന്താണ്? ഉറക്കെ പറ, സത്യമാണ്. ഇപ്പൊ വചനം പറയുക എന്ന് പറഞ്ഞാൽ എന്ത് പറയാ? ആരാ പറയുന്നേ? ദൈവം പറയുന്നേ. അതുകൊണ്ടാണ് യോഹന്നാൻ 17:17 വചനം തന്നെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ദൈവത്തിന്റെ വചനമാണ് സത്യം. കാരണം ഇത് ദൈവമായതുകൊണ്ട്, ദൈവം സത്യവാനായതുകൊണ്ട്, അവന് നുണ പറയാൻ പറ്റാത്തത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാക്കി കർത്താവ് മാനിക്കും. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ 5-ാമത്തെ വചനം അച്ഛൻ വായിക്കാം. അവിടെ ഇങ്ങനെയാണ്: യാക്കോബിനെ വധിച്ചു. യാക്കോബിനെ എന്ത് ചെയ്തു? ആരാ യാക്കോബ്? ആരാ? അപ്പസ്തോലൻ. ആദ്യത്തെ അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാ? ആരാ? അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാ? യാക്കോബ്. ക്രിസ്ത്യാനികളിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാ? സ്തെഫാനോസ്. ആദ്യം കർത്താവിന് വേണ്ടി രക്തം ചിന്തിയത് സ്തെഫാനോസ്. ആദ്യത്തെ രക്തം ചിന്തിയ അപ്പസ്തോലൻ ആരാണ്? യാക്കോബ്. അപ്പൊ യാക്കോബിനെ കഴുത്തങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. കഴുത്തങ്ങോട്ട് വെട്ടി. അപ്പൊ അത് കണ്ടപ്പോ യഹൂദർക്ക് സന്തോഷമായി. ഒരുത്തനെ വെട്ടിയല്ലോ. അപ്പൊ വചനം പറയാണ്, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചെന്ന് കണ്ട് അവൻ പത്രോസിനെ, ഹെരോദോസ്, അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പിട്ടു. അങ്ങനെ പത്രോസിനെയും പിടിച്ച് തടവറയിലിട്ടു. യഹൂദരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെരോദോസ് ചെയ്ത കാര്യമാണ്. യാക്കോബിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷം. യഹൂദർക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്നറിഞ്ഞപ്പോ എന്നാ പിന്നെ അടുത്തവനെ പിടിച്ചു, പത്രോസിനെ പിടിച്ച് തടവറയിലിട്ടു. ഇനി ശ്രദ്ധിക്കുക, പത്രോസ് തടവറയിൽ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. 5-ാമത്തെ വചനം, പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. ഇനി പത്രോസ് ഒരു ബന്ധനാവസ്ഥയിൽ കടന്നപ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ അവന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയാ,
എന്നാ യാക്കോബിന്റെ തല ഹെറോദോസ് വെട്ടിയില്ലേ, എന്നാ എങ്ങനെ ഹെറോദോസിന്റെ തല വെട്ടാം എന്നല്ല ചിന്തിച്ചേ. അവരെന്നാ ചെയ്തേ? അടുത്തവരെ പിടിച്ചിട്ടേക്കോ, ഉറപ്പാ അവന്റെ തലേ പോവും, പത്രോസിന്റെ തലേ പോവും, ഉറപ്പാ. ഇപ്പൊ സഭ ചെയ്ത എന്നാന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ബന്ധനത്തിൽ കിടന്നപ്പോ, കാരാഗ്രഹത്തിൽ കിടന്നപ്പോ, ആ കൂട്ടായ്മയിലുള്ള ഒരു ദൈവ പൈതൽ, കുടുംബത്തിലുള്ള ഒരു മകൻ, ഒരു മകൾ, ഒരു ബന്ധനാവസ്ഥയിൽ, ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് വചനം പറയുന്നത്. സഭ മുഴുവനും അവന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. വീട്ടിലുണ്ടാവും ചില ജീവിതങ്ങൾ ഇങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയില്, ബന്ധനാവസ്ഥയില്, ചില മദ്യത്തിന്റെ, ചില ദുശീലങ്ങളുടെ, ചില അവിശുദ്ധ ബന്ധങ്ങളുടെ, ചില പാപത്തിന്റെ, ചില അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ ഒക്കെ ബന്ധനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാവും. ഇവിടെ ഇവരൊന്നും ഉപദേശിക്കാൻ പോയാൽ ഒരിക്കലും നേരെയാകില്ല. ഹല്ലേലൂയ. ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ? പറ. നിങ്ങൾക്ക് നല്ല അറിവാണല്ലോ ഈ കാര്യത്തില്. കുറെ ഉപദേശിച്ച് നോക്കിയതാന്ന് തോന്നുന്നു, അല്ലേ? ഉപദേശിച്ച് നേരെ. കാരണം ഇത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നിരന്തരമായി ദൈവവചനത്തെ എതിർക്കുമ്പോ സംഭവിക്കുന്നത് അവന്റെ ഹൃദയം കഠിനമായി പോകും. ഹൃദയം കഠിനമായി പോയാൽ പിന്നെ വചനം പറയുന്ന കാര്യമാണ്, അവന്റെ കണ്ണും കാതും അടഞ്ഞു പോകും. ഹൃദയം കഠിനമായി പോയവന്റെ കണ്ണും കാതും അടഞ്ഞു. അപ്പൊ പിന്നെ കാണാൻ പറ്റില്ല. അപ്പനാണെന്ന് കാണാൻ പറ്റില്ല. അപ്പനെ ഓങ്ങി അടിക്കും. അമ്മയാണെന്ന് നോക്കില്ല, അമ്മയെ തല്ലും. ജീവിത പങ്കാളിയാണെന്ന് ചിന്തിക്കില്ല, ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത കാണിക്കും. കാരണം കണ്ണുകൾ അടഞ്ഞുപോയി, ആത്മീയ നയനങ്ങൾ അടഞ്ഞുപോയി. അപ്പൊ കൺമുമ്പിൽ കിടക്കുന്ന, എന്റെ മുമ്പിൽ വേദനിക്കുന്ന എന്റെ ജീവിത പങ്കാളി, ഞാൻ മൂലം കണ്ണുനീര് കുടിക്കുന്ന എന്റെ മക്കള്, എന്റെ കുടുംബാംഗങ്ങള്, എന്റെ മാതാപിതാക്കള്, ഞാൻ മൂലം വേദനിക്കുന്ന എന്റെ കാൽപാദത്തെങ്കിൽ കിടക്കുന്ന ലാസറിനെ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണുകൾ അടഞ്ഞു പോകും ഹൃദയം കഠിനമാകുമ്പോ. ഹല്ലേലൂയ. രണ്ടാമത്തെ സ്വീകരണ വചനം പറയാ, കാതുകൾ അടഞ്ഞു പോകും, പിന്നെ എന്നാ പറഞ്ഞാലും കേൾക്കുകയില്ല. ഇത് നിങ്ങളൊന്നും പറഞ്ഞു നന്നാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കരുത്, ഉദ്ദേശിക്കരുത്, അതിനുവേണ്ടി ഒരുമ്പെടരുത്. അവസാനം നിങ്ങൾ മനസ്സും മടുത്ത്, ജീവിതവും മടുത്ത്, അച്ഛാ പറഞ്ഞു മടുത്തച്ചാ, ഉപദേശിച്ച് മടുത്തച്ചാ, ഇനിയിപ്പോ എന്നാ ചെയ്യുന്നേ? ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഹൃദയം കഠിനമായി പോയ ജീവിതങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ ചില പ്രണയ ബന്ധങ്ങളിൽ കിടക്കുന്ന ചില മക്കള് പുറത്തേക്ക് വരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഇത് പുറത്തു വരില്ല. ഹൃദയം കഠിനമായി കിടക്കുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക, ചങ്ങലകളിൽ അടിമപ്പെട്ട് കിടക്കുക. അതുകൊണ്ട് എന്താ, ഇവർക്ക് പുറത്തു വരാൻ പറ്റില്ല, സ്വയം പുറത്തു വരാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇവിടെ ഹൃദയത്തിലേക്ക് ദൈവവചനം പോലും ചില സമയത്ത് കേറില്ല, കാരണം കാതുകൾ അടഞ്ഞുപോയി. അപ്പൊ ഇവർക്ക് വേണ്ടി, ഇങ്ങനെ ബന്ധനാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി സഭ ചെയ്യേണ്ട ഒരു കാര്യം വചനം എഴുതി വെച്ചിരിക്കുകയാണ്. കുടുംബത്തില് ഒരു വ്യക്തി അങ്ങനെ ഉണ്ടോ, ജീവിത പങ്കാളി അങ്ങനെയാണോ, ബാക്കിയുള്ളവർ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നത്, അവരെല്ലാം തീഷ്ണതയോടെ ഈ മകന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ വേറെ എളുപ്പവഴിയൊന്നും ഇല്ല ഇതിനകത്ത്. ഒരു എളുപ്പവഴി വചനം പറയില്ല. ഏത് ബന്ധനത്തിലാണോ കിടക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ സഹനമെടുത്ത് ഈ സഭ മുഴുവനും, ആ കൂട്ടായ്മ മുഴുവനും ഈ പത്രോസിന് വേണ്ടി, ബന്ധനത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി നിലവിളിച്ച് സഹനമെടുത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഒരു സൈഡിൽ പ്രാർത്ഥന നടക്കുക, മറു സൈഡിൽ പത്രോസ് ഉറങ്ങിയോ? ഏരിയാമ ഉറങ്ങിയോ? മറു സൈഡിൽ എന്താ സംഭവിക്കുന്നത്? പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് അച്ഛൻ പറയാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വർഗത്തിന് യാഥാർത്ഥ്യമാക്കി ജീവിതത്തിൽ തരാൻ പറ്റും. ഇനി പരസ്യ വിചാരണത്തിന് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി ചില കാര്യങ്ങൾ ഈ തടവറയിൽ അരങ്ങേറുകയാണ്. തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതരായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ്. പിന്നെ പത്രോസിനൊരു ഗുണമുണ്ട്. എങ്ങനെയാണെങ്കിലും, അത് ജയിലിലാണേലും, അതിപ്പോ ഈ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും, ഈ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലാണെങ്കിലും, ഈ അസ്വസ്ഥയുടെ നടുവിലാണെങ്കിലും പുള്ളിക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായ സമാധാനം പോവും രാത്രിയിലത്തെ. ഉറക്കമില്ലാത്തപ്പോ എന്തോരം പേരാ അതിന് തിരിക്കുന്നത്. എന്താച്ചാ ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാവോ? കണ്ണടച്ചാൽ അത്, കണ്ണ് തുറന്നാൽ ഈ പ്രശ്നം, ഉറങ്ങാൻ കിടന്ന ഇത് തന്നെ തലയ്ക്കകത്ത്. അച്ഛാ ഉറക്കം പോലും ഇല്ല, ഉറക്കം പോലും നഷ്ടപ്പെട്ടു. പത്രോസിന്റെ ഒരു ഗുണമുണ്ട്. കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടെ, ഇവിടെ ഒരാൾക്ക്
ഈ പ്രശ്നത്തിന്റെ നടുവിലും മുഴുവനും ഉറങ്ങാൻ പറ്റണമെങ്കിൽ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സമാധാനം സൂക്ഷിക്കണോ, ദൈവത്തോട്, ദൈവാത്മാവിനോട് ഒരു ഐക്യം നിനക്ക് സൂക്ഷിക്കാൻ പറ്റണം. അതിന് നല്ല ഉദാഹരണമുണ്ട്. ഈശോ അപ്പോസ്തല ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈശോ അമരത്ത് തല ചായ്ച്ച് സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ ഭയങ്കര കാറ്റും കോളും ഇങ്ങനെ അടിക്കുക, ആഞ്ഞടിക്കുക, തോണി ഇങ്ങനെ ആടി ഉലയുക. അപ്പോസ്തലന്മാര് പഠിച്ച പണി 18 നോക്കി ഇവനെ ഒന്ന് നേരെ നിർത്താനായിട്ട്. അവസാനം മനസ്സിലായി ഇവ 5 മുങ്ങാൻ പോവാന്ന്. അതുപോലെ തിരമാലകൾ നിങ്ങൾ ഗലീലി ചെല്ലുമ്പോൾ കാണാം. ഗലീലി തടാകത്തിലൊക്കെ അവിടെ ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കരമായ തിരമാലകൾ ആഞ്ഞടിക്കും. ഞാൻ 3-4 പ്രാവശ്യം പോയി. ഞാൻ പോയപ്പോ ഒന്നും തിരമാല അടിച്ചില്ല. പക്ഷെ അനീഷച്ച പോയ സമയത്ത് അതുപോലെ ഒരു തിരമാല അടിച്ച്. അവർ ഈ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോ അനീഷത്തിന് ഇവരൊക്കെ പോകുന്ന സമയത്ത് ഈ കർത്താവിനുണ്ടായ പോലെ അപ്പസ്തോലന്മാർക്കുണ്ടായ പോലെ ഭയങ്കരമായ പ്രതീക്ഷിക്കാത്ത ഒരു തിരമാലയും കാറ്റും കോളും ഈ ബോട്ടിനെ പിടിച്ചിങ്ങോട്ട് ഒലയ്ക്കും. ഇവര് അന്നത്തെ ബോട്ടാണ്, ഇന്നത്തെ പോലെ വലിയ സെറ്റപ്പ് ബോട്ടൊന്നുമല്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ബോട്ടൊന്നുമില്ല. ചെറിയ വലിയ ഈ പായ്ക്കപ്പൽ പോലത്തെ ചെറിയ ഇങ്ങനെ കാറ്റിന്റെ ദിശയ്ക്ക് പോകുന്ന സാധനമായിരിക്കും ഇത്. അപ്പൊ അതിന്റെ അമരത്ത് കർത്താവ് കിടന്നുറങ്ങുക. അതുപോലെ കാറ്റും കോളും ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിച്ചിട്ടും കർത്താവ് ശാന്തമായി, വചനം പറയാ, കർത്താവ് കൂളായിട്ട് അവിടെ കിടന്നുറങ്ങി. ഹല്ലേലൂയാ. ഉറക്കമില്ലാത്തൊരു വീട്ടിൽ പോയി ഭാഗം വായിക്കണോട്ടാ. അപ്പൊ അപ്പോസ്തലന്മാരാണെങ്കിൽ പ്രശ്നം വന്നപ്പോ അസ്വസ്ഥപ്പെട്ടിട്ട് ആകുലപ്പെട്ടിട്ട്, അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും, നമ്മളൊക്കെ ചാകാൻ പോവാണല്ലോ, ഈ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങുള്ളൂ, നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട് പുള്ളി കിടന്നുറങ്ങുന്ന എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കുത്തിപ്പോക്കുക. അതെ, എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്, ഒക്കെ ചാകാൻ പോവാ, എല്ലാം തീരാൻ പോവാ. അപ്പോഴാണ് ഈ കിടന്ന എല്ലാം അവസാനിക്കാൻ പോവാ, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളി എഴുതി. ഗുരു കാണുന്നില്ലേ, നമ്മൾ ഒന്നടങ്കം നശിക്കാൻ പോവുക. അപ്പോഴും കർത്താവ് ശാന്തമായി അമരത്ത് തലവെച്ച് കിടന്നുറങ്ങിയ. അതിന് കാരണം പിതാവുമായി ആത്മാവിൽ ഒരൈക്യം എപ്പോഴും നിലനിർത്താൻ യേശുവിന് പറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതു പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും നിന്റെ അപ്പനോടൊരു ഐക്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആത്മാവിൽ ദൈവത്തോടെ ഐക്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പ്രിയപ്പെട്ട നിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ, ജീവിതത്തെ അത് കുലുക്കാൻ ഒരിക്കലും പറ്റില്ല. നീ ശാന്തമായിട്ട് ഉറങ്ങും. ചിലർക്ക് എൻ്റെ അച്ഛ, ചിലർക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ചിലർക്ക് ഉറക്കത്തിന്റെ ചില ദുരാത്മാവുണ്ട്. അതേക്കുറിച്ചല്ല അച്ഛൻ പറഞ്ഞത്. അവർക്കിപ്പോ എന്താണെങ്കിലും ഉറങ്ങും. അവർ രാവിലെ ഉറങ്ങും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, വൈകിട്ട് ഉറങ്ങും. അത് അലസതയുടെ ദുരാത്മാവാണ്. അതേക്കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. ജീവിതത്തിന്റെ അതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവത്തിന്റെ നടുവിലും ഒരു സമാധാനം, ഒരു ശാന്തത പാലിക്കാൻ ജീവിതത്തിൽ പറ്റണമെങ്കിൽ അവന് ദൈവത്തോട് കൃത്യമായ ആത്മാവിൽ ഐക്യമുണ്ടാകണം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കിടന്ന് അസ്വസ്ഥപ്പെടുന്നില്ലേ, മനസ്സിങ്ങനെ കിടന്ന് കലങ്ങി മറിയുന്നില്ലേ, ചില പ്രശ്നത്തിന്റെ നടുവിൽ നമ്മുടെ ഹൃദയം അതുപോലെ അസ്വസ്ഥപ്പെടുന്നില്ലേ? അതിന്റെ കാരണം, അടിസ്ഥാന കാരണം അച്ഛൻ പറയുന്നത്, നിന്റെ ആത്മാവിൽ ദൈവത്തോട് ഐക്യപ്പെടേണ്ടതുപോലുള്ള ഒരു ഐക്യം അതിലേക്ക് വന്നിട്ടില്ല. ശാന്തമായിട്ട് പത്രോസ് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെടുമ്പോൾ അതിനെങ്ങനെ പറയുന്നത്, 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ, 2 പടയാളികൾ അപ്പുറത്തുണ്ട്, പുള്ളി സുഖമായിട്ട് മധ്യേ കിടന്നുറങ്ങുക. എന്ത് സുഖമല്ലേ. നമ്മൾ ഈ ചില വീട്ടിലൊക്കെ കണ്ടില്ലേ, എന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്, ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, അവർ വളരെ ശാന്തമായിട്ട് അവരവിടെ കിടന്ന് ഉറങ്ങും. ചിലതിനൊക്കെ ഇങ്ങനെ കുത്തി വിളിച്ചാൽ പോലും, കുലുക്കി വിളിച്ചാൽ പോലും എഴുന്നേൽക്കല്ല, അതുപോലെ ഉറങ്ങും. പറഞ്ഞാൽ ആ ഒരു ശാന്തത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. ഇനി ശ്രദ്ധിച്ചോ, പട്ടാളക്കാർ കാരാഗ്രഹവാതിക്കലും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് കാവലേർപ്പെടുത്തിയിരിക്കുക പുള്ളി രക്ഷപ്പെടാതിരിക്കാനായിട്ട്. അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. ശ്രദ്ധിക്കുക, പത്രോസ് എന്നാ ചെയ്യുമായിരുന്നു? നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്യുമായിരുന്നു അല്ലെ? പത്രോസ് എന്നാ ചെയ്യുമായിരുന്നു? ഉറങ്ങുമായിരുന്നു. സഭ എന്ത് ചെയ്യുമായിരുന്നു? സഭ തീഷ്ണതയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ? ഒരു ദൂതൻ ഇറങ്ങി. ആരിറങ്ങി? ഒരു ദൂതൻ ഇറങ്ങി. പത്രോസ് ഇതൊന്നും അറിയുന്നില്ല, പുള്ളി നല്ല സുഖമായിട്ട് ഉറങ്ങുക. അപ്പുറത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അതിനുത്തരമായി ഇതാ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചോ. ഒരു ദൂതൻ ഇറങ്ങി പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി
പത്രോസിനെ വിളിച്ചു, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്ക്. അപ്പോൾ അവന്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നടന്ന കാര്യമാണ് ദൂതൻ ഇറങ്ങി ദൂതൻ തന്നെ ചങ്ങലകളെ അഴിച്ചു. ഹല്ലേലൂയ. നിന്നെ ഒന്നും വിളിച്ചില്ല, നീ അഴിക്കാൻ പോകണ്ടെന്നേ, നമ്മൾ അഴിക്കാൻ പോകുന്നുണ്ടല്ലേ, നമ്മൾ ശരിയാക്കാൻ പോകുന്നുണ്ടല്ലേ, നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നതുകൊണ്ടല്ലേ ഇത് നടക്കാത്ത. അത് നടക്കുകയില്ല. വർഷങ്ങളും മാസങ്ങളും നാളുകളും ഉപദേശിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, തീഷ്ണതയോടെ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. വചനം പറയുന്നു, ഒരു ദൂതൻ ഇറങ്ങിയിട്ട് നീ ചെയ്യേണ്ട കാര്യം ആര് ചെയ്യും? ഉറക്കപ്പുറ, ആര് ചെയ്യും? ദൂതൻ ചെയ്തോളും. പുള്ളി ദൂതൻ ഇറങ്ങിയിട്ട് പത്രോസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചങ്ങലകൾ അങ്ങോട്ട് അഴിച്ചു മാറ്റി. എന്നിട്ട് വചനം പറയുകയാണ്, ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറക്കി പാദരക്ഷകൾ അണിയ്. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ച് പുറത്തേക്ക് വാ. അവൻ പുറത്തേക്ക് ഇറങ്ങി. ദൂതൻ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. അവനൊരു സ്വപ്നം, ദർശനം കാണുന്നതായിട്ട് അവൻ കരുതിയുള്ളൂ. അപ്പൊ പത്രോസ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ പത്രോസിന് അറിയാം പത്രോസ് എവിടെ കിടക്കുന്നതെന്ന്. ജയിലില് ചുറ്റും 2 പടയാളികളുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും വേറെ 2 പടയാളികളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ പുള്ളി ഉറങ്ങാൻ കിടന്നപ്പോ പുള്ളിക്ക് അറിയാം പുള്ളി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുവാന്ന്. അപ്പൊ ഇതിനിടയ്ക്കാണ് ദൂതൻ വന്ന് കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പത്രോസ് വിചാരിച്ച്, ഞാനെന്തോ സ്വപ്നം കാണുവാണ്. ഇപ്പോ പത്രോസ് എന്നാ വിചാരിച്ചേ? ഞാനെന്തോ സ്വപ്നം കാണുക. ഇല്ലേ, നമ്മളിങ്ങനെ സ്വപ്നം കാണുകയല്ലേ രാത്രിയുടെ കാലങ്ങളിൽ. നമ്മളിങ്ങനെ വിളിച്ച് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നുന്തി താഴേക്ക് ഇടുന്നൊക്കെ സ്വപ്നം കാണുകയല്ലേ. ചിലവരൊക്കെ വീട്ടിൽ പാമ്പ് കയറി വരുന്ന സ്വപ്നം കാണാറില്ലേ? ശരീരത്തിലൂടെ എന്തോ ഇഴയുന്ന സ്വപ്നം കാണാറില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ ചില പാപത്തിന്റെ സ്വപ്നങ്ങൾ കാണാറില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഇങ്ങനെ പത്രോസ് വിചാരിച്ച് ഇതൊക്കെ സ്വപ്നമാണെന്ന്. പത്രോസ് വിചാരിച്ച് കംപ്ലീറ്റ് സ്വപ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പത്രോസ് ഇങ്ങനെ ആ ഭാവനയിൽ ഇങ്ങനെ ഒരു ദർശനത്തിൽ പത്രോസ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. കുറച്ചു കഴിഞ്ഞു അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അതവർക്കായി സ്വയം തുറന്നു. ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടം അവർക്കായി തനിയെ തുറക്കപ്പെട്ടു. കാരണം ദൂതൻ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടങ്ങൾ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ കൂടെ നടക്കുമ്പോൾ തുറക്കാൻ പറ്റും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞിട്ട് പുറത്ത് കടന്നു. അവൻ അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്ത് കടന്നു. ഒരു തെരുവ് പിന്നിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദൂതൻ അപ്രത്യക്ഷമായി. അപ്പോഴാണ് പത്രോസിന് ബോധം വന്നത്. വചനം പറയുന്നു, അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായി. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കണ്ടത് സ്വപ്നമല്ല. ഞാൻ കണ്ട സ്വപ്നം ആര് യാഥാർത്ഥ്യമാക്കി? ഉറക്കപ്പുറ, സ്വർമ്മരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നീ കാണുന്ന കർത്താവിനോട് ചേർന്ന് കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ, വിശ്വസിച്ചേറ്റെടുക്കുന്ന സകലതിനെയും യാഥാർത്ഥ്യമാക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും. സന്തോഷത്തോട് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ച നാളുകൾ. സ്റ്റാർട്ടിങ് എൻ്റെ നട്ടലിൽ ഒരു സൗഖ്യം തന്നിട്ടാണ് കർത്താവ് എന്നെ ശുശ്രൂഷ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും നമ്മൾ ഇറങ്ങിയാലായിരുന്നു. ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് സുഖപ്പെടുത്തുന്നവനാണെന്ന് മനസ്സിലായി. കാരണം 10 വർഷം നട്ടലിന് ട്രീറ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നതിനെ കാരിസ്മനിൽ നടക്കുന്ന ഒരു ധ്യാനത്തിന്റെ സമയത്ത്, ഞാൻ പങ്കെടുക്കാത്തൊരു ധ്യാനത്തിന്റെ സമയത്ത് കർത്താവ് എനിക്കൊരു അത്ഭുത സൗഖ്യം നൽകി. അപ്പൊ അതിനകത്തൊരു കൗൺസിലിങ്ങിന് ഒരു ബ്രദറിനെ ഞാൻ കണ്ടു. കൗൺസിലിംഗ് ഒക്കെ നടത്തിയതാണ്. അപ്പൊ കൗൺസിലിങ്ങിന്റെ സമയത്ത് അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല, പാസ്പോർട്ട് എടുത്തിട്ടില്ല, വചനം അറിയത്തില്ല, ഈ പരിപാടിയോട് താല്പര്യമില്ലാത്തൊരു സമയത്ത് അന്ന് ഒരു അൽമായ സഹോദരനിലൂടെ കർത്താവ് തന്ന ഒരു സന്ദേശം അതിതായിരുന്നു. അച്ഛൻ കാരിസ് ഭവനിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് മുമ്പ് 5 പ്രാവശ്യം, അപ്പൊ കാരിസ് ഭവൻ വന്നപ്പോൾ എനിക്ക് കാരിസ് ഭവൻ നിൽക്കാൻ പോലും താല്പര്യമില്ല, അടുത്ത വർഷം പ്രൊവിൻഷ്യൽ വരും, എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നത്. അച്ഛൻ കാരിസ് ഭവനിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 5 പ്രാവശ്യം അച്ഛൻ 3 പ്രാവശ്യം അച്ഛൻ വിശുന്ന നാട് പോകും. ഉള്ളുകൊണ്ട് ഞാൻ ചിരിച്ചു. പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനമല്ലേ, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യം. കാരണം പാസ്പോർട്ട് പോലും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ കാരിസ് പോലെ അധികം നാൾ ഉണ്ടാകുകയല്ലെന്ന് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചേറ്റെടുത്തപ്പോൾ അത് സഫലീകരിക്കാൻ, അത് പൂർത്തിയാക്കാൻ, ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായി കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. ഹല്ലേലൂയാ. വർഷമായിട്ട് ഗ്യാരിസ്ബർഗിലുണ്ട്. 4-5 പ്രാവശ്യം വിശുദ്ധ നാടും പോയി. പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് കർത്താവ് ഷാർജയിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് വിശുദ്ധ നാട് പോകാൻ കർത്താവ് കാരണമൊരുക്കി. അപ്പൊ പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കേണ്ട വന്നു. അച്ഛൻ പറഞ്ഞു പാസ്പോർട്ട് എടുത്ത് റെഡി ആയിട്ട് നോളാൻ പറഞ്ഞു. അങ്ങോട്ട് പോകാൻ അച്ഛൻ വെറുതെ നാണക്കേടല്ലേ പാസ്പോർട്ടൊക്കെ എടുത്തത്. അച്ഛൻ പാസ്പോർട്ട് എടുക്ക്, അവിടെ ഉള്ള ശുശ്രൂഷകർ 2 പേര് വിശുദ്ധനാട് പോകുന്നുണ്ട്, എൻ്റെ അടുത്തും കൂടി പാസ്പോർട്ട് എടുത്തോ. അന്നത്തെ കാലത്ത് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നമ്മൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ട്രാവലുകാരൻ വന്നപ്പോൾ എൻ്റെ ഡീറ്റെയിലും കൊടുത്തു. പിന്നെ അവിടെ സബ്മിഷൻ്റെ സമയത്ത് പാസ്പോർട്ട് ഓഫീസിലൊന്ന് പോകണം, അത്രയും മതി. പിന്നെ സാധനം വീട്ടിൽ വരും. അപ്പൊ കയ്യിൽ പാസ്പോർട്ടൊക്കെ കൈ വെച്ച് അച്ഛൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് പാസ്പോർട്ട് എടുത്ത് കൈ വെച്ച സമയത്താണ് ഷാർജയിൽ നിന്ന് ഒരു ഗ്രൂപ്പിന് വിദേശത്ത് പോകണം, വിശുദ്ധനാട് പോകണം. അപ്പൊ കൂടെ പോകാനുണ്ടായിരുന്ന അച്ഛൻ സിക്കായി, കടപ്പായി പോയി. എന്നാ ചെയ്യും? ഇപ്പൊ കാരിച്ചിനെ അറിയാം. അപ്പൊ കാരിച്ചിന് ശുശ്രൂഷയാണോ, അപ്പൊ അവിടെ ഒരു ധ്യാനം ഒക്കെ എല്ലാം ക്രമീകരിച്ചു. അപ്പൊ കാരിച്ചിനെ വിളിച്ചു, അച്ഛാ വരാവോ എന്ന് ചോദിച്ചു. അച്ഛൻ അപ്പൊ സിംഗപ്പൂർ അങ്ങാണ്ട് ധ്യാനം, അപ്പൊ അച്ഛന് പറ്റിയെന്ന്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ അന്ന് ഡിജോ അച്ഛൻ അന്ന് കണ്ണൂർ ശുശ്രൂഷ ചെയ്യുക. കണ്ണൂർ ശുശ്രൂഷ ചെയ്യാൻ പോയിട്ട് മറ്റേ ഫുഡ് പോയിസൺ എന്തോ അടിച്ചിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട് എന്തോ അസ്വസ്ഥ, അച്ഛന് ഹോസ്പിറ്റലില്ല. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു പിടുത്തില്ല. അപ്പോഴാണ് നമ്മൾ തേരാപ്പാറ നടക്കുന്ന ഒരു ടീം കാരിസ്മയിൽ വെറുതെ ഉണ്ട്, ശുശ്രൂഷ ഒന്നും ചെയ്യാത്ത, ഇതേക്കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ടീം വെറുതെ ഉണ്ട്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അയ്യോ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരൊന്നുമില്ലല്ലോ, ധ്യാനം പ്രഘോഷിക്കാൻ പറ്റുന്ന അച്ഛന്മാരൊക്കെ ടൈറ്റ് ആണല്ലോ, വേറെ ആരെങ്കിലും അന്വേഷിച്ചോളാൻ പറഞ്ഞു. അവർ വേറെ ആരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛാ വേറെ ഏതെങ്കിലും അച്ഛന്മാരെ കിട്ടോ, കാരണം എല്ലായിടത്തും കുർബാനല്ലേ ഉണ്ടേ. പറഞ്ഞിങ്ങനെ ഈ ഇടയ്ക്ക് വന്നൊരു അച്ഛനുണ്ട്, അച്ഛന് ശുശ്രൂഷ ഒന്നും ചെയ്യാൻ അറിയത്തില്ല, വചനമൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ കുർബാന ചെല്ലും. എന്തോ അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട്, കുർബാന എല്ലാം മാത്രം അറിയുന്നവർ. അങ്ങനെ ഒരു ഗണത്തിലാണ് നമ്മൾ പെട്ടുകൊണ്ടിരുന്നത് ആദ്യം. അതിനൊന്നും അറിയത്തില്ല, പക്ഷെ കുർബാന ചെല്ലും. പറഞ്ഞ കുർബാന ചെല്ലാൻ അറിയാവുന്ന അച്ഛനാണെങ്കിലും മതി, വിട്ട് കിട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യച്ചൻ എടുത്ത് പറഞ്ഞു, ഞാൻ അതിന്റെ പാസ്പോർട്ട് എടുത്തില്ലേ, എന്ത് ഉണ്ട്, അതിന്റെ കോപ്പി ഇന്ന മെയിലിലേക്ക് ഒന്ന് അയക്കാം. ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അതൊക്കെ പിന്നെ പറഞ്ഞു, നീ അയക്കാൻ പറഞ്ഞു തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ അയച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവിടെ നിന്ന് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ശുശ്രൂഷ ചെയ്യാനൊന്നും അറിയത്തില്ല. അത് കുഴപ്പമില്ല, നീ കൂടെ പോയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പണിയൊന്നും അറിയത്തില്ല, നിനക്ക് കുമ്പസാരിപ്പിക്കാനും കുർബാന എല്ലാം അറിയത്തുള്ളൂ, അവരോടെ പോയാൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും, നിനക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. അന്ന് ഈ സന്ദേശം ഒരു അൽമായ സഹോദരനിലൂടെ എനിക്ക് തന്നപ്പോ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്വപ്നം കണക്കെ ഞാൻ കണ്ടതാ. അതെന്റെ അടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ പോകാൻ ദൈവം അനുവദിക്കുന്നു. ആയിരങ്ങളുടെ വെള്ളക്കാരായ ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അച്ഛനെ അനുവദിക്കുന്നു. വചനം പ്രഘോഷിക്കുന്നു. വചനം പോലും അറിയാത്ത സമയത്ത് ഞാനപ്പോ ചോദിച്ചു, വെള്ളക്കാര് തന്നെയാണോ? ഞാൻ ആദ്യം ഈ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഒന്നും കൂടി ഒന്ന് ആ സന്ദേശം ഒന്ന് ക്ലിയർ ചെയ്യാവോ, വെള്ളക്കാരാണോ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. വെള്ളക്കാരാണെങ്കിൽ നമുക്കറിയാം, മലയാളത്തിൽ പരിപാടി. ഇനിയിപ്പോ നമ്മൾ 2 വചനം പഠിച്ചാലും മലയാളത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പുള്ളി പ്രാർത്ഥിച്ചു, ഇല്ല ചോ വെള്ളക്കാരെ കാണിക്കുന്നത് പെട്ടു. ഇപ്പൊ നമുക്ക് ബുദ്ധിയാണല്ലോ പ്രവർത്തിക്കുക. അപ്പൊ ഇതൊക്കെ എന്നാ പിന്നെ ചുമ്മാ പറയുന്നതായിരിക്കും. ഇവിടെ 2 വർഷം മുമ്പ് യൂറോപ്പില് ആദ്യത്തെ ധ്യാനത്തിന് 5000-ത്തിലധികം വരുന്ന പോളണ്ടിലെ പോളീഷുകാരുടെ മുമ്പിൽ വചനം പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 8-9 വർഷങ്ങൾക്ക് മുമ്പ് തന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ, വർഷങ്ങൾക്കിപ്പുറം പരിശുദ്ധാത്മാവ് അത് പൂർത്തിയാക്കി. ഹല്ലേലൂയ. ഒരു മലയാളിയില്ല, ഒരു ഇന്ത്യക്കാരനുമില്ല. ഈ പറയുന്ന 5000-ത്തിലധികം വരുന്നവര് ഈ പറയുന്ന പോലീസുകാരാ, വെള്ളക്കാരാ. അവിടെ വചനം പറയാൻ കയറി നിന്നപ്പോ എന്റെ മനസ്സിലൂടെ പോയൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത പോരാ, കാരണം ഇംഗ്ലീഷിൽ പറയണമല്ലോ, ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പോലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചില കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ വെച്ച് വചനം വെച്ചിട്ട് പോയി. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ പ്രിയപ്പെട്ടവരെ വചനം പറയാൻ കയറിയിട്ട് അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊന്നേ ഉള്ളൂ, ദൈവം സത്യവാനാണ്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ, വചനത്തോടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണ്, അത് 100% പൂർത്തിയാക്കാൻ ദൈവത്തിന് പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ 8-9 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വാഗ്ദാനം പറഞ്ഞ, ദൈവം സ്വപ്നം കണക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാഗ്ദത്തിന്റെ പൂർത്തീകരണമാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ പോയപ്പോ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഫാത്തിമയിലും ലൂർദിലൊക്കെ പോകാൻ ദൈവം അനുവദിച്ചു.
അപ്പൊ നമ്മൾ ഇന്നലകളിൽ സ്വപ്നം കണക്കെ ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത കാര്യങ്ങൾ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം ഇടവരുത്തും. പത്രോസ് വിചാരിച്ചു ഇതൊക്കെ സ്വപ്നമാണെന്ന്. പത്രോസ് വിചാരിച്ചു ഇതൊക്കെ ദർശനമാണെന്ന്. അല്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോ പത്രോസിന് മനസ്സിലായി. ദൈവത്തോട് ചേർന്ന് സ്വപ്നം കാണുന്ന ജീവിതങ്ങൾ, ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും. തമ്പുരാന് കൊടുക്കുന്ന നിന്റെ സ്വപ്നത്തെ, അച്ഛാ അല്ല കർത്താവേ, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുമെന്ന്, ഇതൊരു സ്വപ്നം കണക്കെ ഒരു അനുഭവമാണ്, നടക്കില്ല അച്ഛാ, സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ജീവിതത്തിന്റെ അവസ്ഥയാ എന്ന് ചിന്തിക്കുന്ന മക്കളെ, ആ സ്വപ്നത്തെ കർത്താവിന് കൊടുക്കുക. അതിനെ